നമുക്ക് നമ്മുടെ മാളികപ്പുറം ക്രൂവിനെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാം. ഒരു നല്ല കൈഡിയോടെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രഞ്ജൻ രാജ്, ഫിലിം ഡയറക്ടർ വിഷ്ണു ശശി ശങ്കർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളെ. ഒരു നല്ല കൈഡി കൊടുത്തേ. ഒരു നല്ല കൈഡി. നമ്മുടെ ഇവിടെ എല്ലാവരെയും എത്തിച്ച നമ്മുടെ റേഡിയോ പാർട്ണർ ക്ലബ് ഓഫിന് ഒരു ബിഗ് താങ്ക് യു ആണ് ഇപ്പൊ പറയാനുള്ളത്. സോ എന്തായി, തീരുമാനമായോ? ഇല്ല, ഇത് തീരുമാനം എടുക്കാൻ എനിക്കറിയില്ല. കാരണം ഈ ക്ലബ് ഓഫിനോട് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഈ കുട്ടി സിംഗർ എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും മെച്യൂർഡായിട്ട് പാടുന്ന പിള്ളേരാണോ കുട്ടി സിംഗർ? ആ കുട്ടി എന്ന് പറയുന്ന ഐറ്റം പോലും അവിടെ ഞെട്ടി. അപ്പം സാധാരണ എൻ്റെ മോള് ഐസ്ക്രീം കഴിച്ചിട്ട് ചോക്ലേറ്റ് എടുത്തോടെ ചോദിക്കുന്നതല്ല, മലയാളം പാടിയിട്ട് ഇംഗ്ലീഷ് പാടുന്നതെന്നൊക്കെ. ഇത്രയൊക്കെ വൈകിട്ടാക്കി പഠിച്ചു വെച്ച് ഇങ്ങനെ പാടുന്നതെന്ന് പോലും മനസ്സിലാവില്ല. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ക്ലബ് ഓഫ് ഹോം. ബിക്കോസ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കഴിഞ്ഞ സിനിമ മാളികപ്പുറം കണ്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിരുന്നോ? അപ്പം മാളികപ്പുറം എന്നൊരു സിനിമയിൽ ഞങ്ങൾ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തതിനാണ് ആ സിനിമ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സിനിമകളിലും കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലബ് ഓഫ് ഈ ഒരു ഐഡിയ പറയുമ്പോൾ ഞങ്ങൾ തന്നെ പറയുന്നത്, ഞങ്ങളുടെ അടുത്ത സിനിമയിലേക്ക് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ നന്നായി പാടുന്ന ഒരാൾക്ക് അവസരം കൊടുക്കും. പക്ഷേ എനിക്കിതിവിടെ കണ്ടപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കും. ഞാൻ രഞ്ജനോടും പറഞ്ഞു, ആ മഹാഭാവം നീ ചെയ്തോളൂ, കാരണം ബാക്കി 5 പേരുടെ കരച്ചിൽ കാണാൻ എനിക്ക് വയ്യ. പക്ഷെ ബാക്കി 6 പേരുടെ കരച്ചിൽ. പക്ഷെ ഞാൻ പറയുന്നു, ഇന്നിപ്പോൾ ഇവരെ കൂടാതെ കുറേ കുട്ടികൾ പങ്കെടുത്ത് കാണുമല്ലോ ഇതിൽ നിന്ന് കഴിഞ്ഞ റൗണ്ടിലൊക്കെ പുറത്തായത്. ഞാൻ പറയുന്നത് അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും മിസ്സായെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും നഷ്ടമാവില്ല. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി കിടക്കുകയാണ്. അങ്ങനെ പുറത്തായവരൊക്കെ തന്നെയാണ് പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതും. അങ്ങനെ പല വേദികളിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ഒന്നും ആവാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിടത്തു നിന്നും സക്സസ് ആയി വന്ന ഒരുപാട് പേര് ഞങ്ങളുടെ മുന്നിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തായ കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ മലയാള സിനിമയിലേക്ക് ഗായകരായി എത്തിയിരിക്കും. അതെ, ഐഡിയ സ്റ്റാർസിൽ നിന്ന് പുറത്തായ മ്യൂസിക് ഡയറക്ടറാണ് ഇവിടെ നിന്നിട്ട് അടുത്ത സിനിമയിലേക്ക് ആളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു അല്ലടാ. അതിന്റെ ഓഡീഷന് പോയിട്ട് ഓഡീഷൻ പോലും കിട്ടാതെ പുറത്തായവരാണ് ഞാൻ. അപ്പൊ ഞാൻ അതേ വേദി ഞാൻ അടുത്ത തിരഞ്ഞെടുക്കാൻ നിൽക്കുകയാണ്. അപ്പം ഇത് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഓളൊന്നും കൊണ്ട് തന്നെ പിന്നെ കൈകെട്ടി താമുവാവാം. ഈ ഐറ്റത്തെ ഞാൻ അടുത്ത സിനിമയാണ്, അതായത് ഇപ്പം മാളികപ്പുറം ടീമിന്റെ അടുത്ത സിനിമയാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ അതിനു മുന്നേ ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്ന ആനന്ദ് ശ്രീബാലന്റെ ഈ ഐറ്റത്തെ ഞാൻ എടുക്കുകയാണ്. അത് വേറൊന്നുമല്ല. അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പം അതിൻ്റെ ഒരു പ്ലാനിങ് വന്നു. അപ്പം ഇതിന്റെ സൗണ്ട് ചിലപ്പം ആ സിനിമയിൽ നമ്മൾ കേൾക്കും. അപ്പം ഇതിനെ അങ്ങനെയാണെങ്കിൽ മാറ്റി നിർത്തുക. ഈ ബാക്കി 6 പേരെ എന്തോ വെച്ചെടുത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത സിനിമ ഇതിനെ വെയിറ്റ് ചെയ്യാൻ വയ്യ, ഇതിന് ഈ സിനിമയെ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഞാനും കൊടുക്കണം. മറ്റ് 6 പേരുടെ കാര്യം രഞ്ജൻ പറഞ്ഞോളൂ. ഇനി ഇതല്ലാതെ ഇപ്പം എൻ്റെ ഒപ്പം അർജുനുണ്ട്, വിഷ്ണുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാളികപ്പുറത്തിന്റെ സംവിധായകനാണ്. അതിനേക്കാൾ ഉപരി വിഷ്ണുവിന്റെ ഫാദർ, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കുഞ്ഞിക്കുനം പോലത്തെ വലിയ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകന്റെ മകനാണ് വിഷ്ണു. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായിരുന്നു മാളികപ്പുറം. എൻ്റെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് അടുത്തൊരു സിനിമ ചെയ്യുമ്പം ഞങ്ങളെ വിശ്വസിച്ച് അല്ലെ ഇനിയും തിയേറ്ററിലേക്ക് എത്തുന്ന പ്രേക്ഷകരെ ഒരിക്കലും നിരാശരാക്കാതെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ ലോക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു. അതിൽ ഒരു വലിയ സന്തോഷം പറയാനുള്ളത്, തിരുവനന്തപുരവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഥയാണ് ആ സിനിമ. അത് മാത്രമേ ഇപ്പം അതിനെപ്പറ്റി പറയാനുള്ളൂ. ബാക്കി വിശേഷങ്ങൾ പുറകെ അറിയിക്കും. മറ്റൊരു സന്തോഷം കൂടി ഞാൻ ഈ വേദിയിൽ വെച്ച് തിരുവനന്തപുരത്തുകാരോട് പറയുകയാണ്. ഇപ്പം വലിയ ഇൻട്രോ കൊടുത്തു, തിരുവനന്തപുരത്തുകാരുടെ സ്വന്തമാണ് നിരഞ്ജനും അതേ സിനിമയിൽ ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ ഇപ്പം വിഷ്ണു ഞങ്ങളോട് ഒഫീഷ്യലി പറയാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ആനന്ദ് ശ്രീബാലയും അർജുനും അപർണയും അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ കുറേ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം അത് റിലീസാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ആദ്യ ഷോയ്ക്ക് വന്നാൽ തിരുവനന്തപുരത്തെ ആദ്യ ഷോ ഹൗസ്ഫുള്ളായിരിക്കും. ദൈവത്തെ കൊണ്ട് ആ ഷോയ്ക്ക് ഹൗസ്ഫുള്ളായിട്ട് എത്തിയിരിക്കണം. മഴയായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാമെങ്കിൽ ആദ്യ ദിവസം ആദ്യത്തെ ഷോയ്ക്ക് അവിടെയും വരാം. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി 2 പേരും തീർച്ചയായിട്ടും രോമ എന്താണ് വിളിച്ചത് നിന്നെ? രോംജാമ ഹീറോ. ഇല്ല, അതിന് ഇവരോടൊരു കാര്യം പറയട്ടെ. മക്കളെ, നിങ്ങൾ എല്ലാവരും ഞെട്ടിച്ചു കേട്ടോ.
ഒന്നും പറയാനില്ല. കരോക്കെ ഇട്ട് പാടിയതും കരോക്കെ ഇടാതെ പാടിയതും ഒക്കെ ഇവർക്ക് എല്ലാവർക്കും ചേർത്തൊരു കൈയ്യടി കൊടുക്കുമോ? കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ ചെറിയ പേടിയുള്ള പരിപാടിയായിരുന്നു. പിന്നീട് കുറേ നാളിന് ശേഷമാണ് മാറ്റുന്നത്. ഇതൊക്കെ ഈ പ്രായത്തിൽ തന്നെ സ്റ്റേജിൽ കയറി ഇത്രയും, നിനക്കിപ്പോഴും പേടിയല്ലേ സ്റ്റേജിൽ കയറാൻ? അപ്പൊ ഇപ്പോഴും ഇതേ പ്രായത്തിൽ വന്ന് നിന്ന് പാടി ഞെട്ടിക്കാന്ന് വെച്ചാൽ, അതും സംഗീതമൊക്കെ പാടിക്കൊണ്ടിരുന്നിട്ട് എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് നിർത്താൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പാടിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ എന്നോട് എന്റെ പാടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അതേപോലെ മകുമൊക്കെ പാടി ഞെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിർത്തിയത്. അതിൽ ഞങ്ങൾ സോറി പറയാം, സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. പക്ഷെ എല്ലാവരും നന്നായി പാടി. അപ്പം ഇതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് രഞ്ജൻ ചെയ്യാൻ പോവാണ്. അത് വിഷ്ണുവാണ് അതിന്റെ തീരുമാനം പറഞ്ഞേക്കുന്നത്, ഞാനല്ല. എനിക്ക് ആ പാപത്തിൽ പങ്കുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ ഒരു നമ്മുടെ ഏറ്റവും നമ്മൾ